ഇവിടെ എക്സ്പെൻഡിച്ചർ അല്ല, ഇത് എക്സ്പെക്റ്റഡ് കണക്കുകൾ എന്നുള്ളതാണ്. എക്സ്പെൻഡിച്ചർ അല്ല, ചിലവാക്കി കണക്കുകളല്ല ഇവിടെ ഉണ്ടായത്. അത് ഭാവിയിൽ ഉണ്ടാകാവുന്ന, അതുമായി ബന്ധപ്പെട്ട ദുരന്തത്തെ അതിജീവിക്കാവുന്ന കണക്കുകൾ. അത് ആ മാനദണ്ഡം അനുസരിച്ച് കൊടുത്താലേ എന്തെങ്കിലുമൊക്കെ അതിന്റെ പകുതി അല്ലെങ്കിൽ അതിന്റെ ഒരുപാട് കുറവാണ് പലപ്പോഴും അനുവദിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കണക്കുണ്ടാക്കിയത് എന്നാണ് വിശദീകരണം മുഖ്യമന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെയൊക്കെ. എന്താണ് മറുപടി? ഈ നമ്മുടെ രണ്ട് പ്രളയമുണ്ടായിട്ട് നേവിയുടെയും അതുമാതിരി തന്നെ മിലിറ്ററിയുടെയും സേവനങ്ങൾക്കും നമുക്ക് കുറച്ച് അരിയും കൂടുതൽ തന്നേനെ പൈസ മേടിച്ചൊരു കേന്ദ്ര സർക്കാരുള്ള സ്ഥലത്താണ് ഇവർ ഈ എഴുതി കൊടുക്കുന്ന പൈസ നാളെ അവർ തരും എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ തുക ഉൾപ്പെടുത്തിയിട്ട് എഴുതി കൊടുത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് തൊണ്ട തൊടാണ്ട് വിഴുങ്ങാൻ പറ്റില്ല. കാരണം ഇവർ ഈ കൊടുത്തിരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി മുമ്പിലല്ല, പരമോന്നത നീതിപീഠത്തിലേക്കാണ് ഇത്തരത്തിലൊരു കണക്ക് കൊടുത്തിരിക്കുന്നത്. ആ കണക്ക് കൊടുത്തിട്ടുള്ള താങ്കളാണ് എനിക്ക് അത് അയച്ചു തന്നത്. ഞാനത് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അതിന്റെ അടിയിൽ എവിടെ എഴുതിയിട്ടില്ല ഇത് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണെന്നുള്ളൊരു വരിയൊന്നും കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഞാൻ ഇതിന്റെ പ്രിന്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ തന്നെ ഈ ശവസംസ്കാരം നടത്താൻ വേണ്ടിയിട്ട് 75,000 രൂപ വേണം എന്ന് പറഞ്ഞത് അങ്ങേയറ്റം. ഇതിപ്പോ ഓരോ ശവം വെക്കാനും ഒരു സ്ഥലം മേടിച്ചിട്ട് വിലക്ക് മേടിച്ചിട്ട് ആധാരം നടത്തിയിട്ട് ശവസംസ്കാരം ഓരോ മൃതശരീരത്തിനും ഉള്ള സ്ഥലം വാങ്ങി മതില് കെട്ടി അതിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പണമെന്നാണ്. അതെ, അപ്പൊ ആ നിലയ്ക്ക് എങ്ങനെയാണ് ഈ മൃതദേഹങ്ങൾ മറവിയത് നമ്മൾ നേരിട്ട് ദൃശ്യങ്ങളിലൂടെ കണ്ടതുമാണ് ശ്രീ ഹരിദാസ്. അതെ, കൂട്ടത്തില് കുഴിമാടങ്ങൾ, ഓരോ കുഴിമാടങ്ങൾ ഒരു സ്ഥലത്ത് 10ഉം 15ഉം കുഴിമാടങ്ങൾ തീർത്തുകൊണ്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവര് സബ്മിറ്റ് ചെയ്ത, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രഞ്ജിത്ത് ഈ പറയുന്നത് ഇതൊന്നും യാഥാർത്ഥ്യമല്ലാതിരിക്കട്ടെ. കാരണം ഇത് കേരളം പോലുള്ളൊരു സംസ്ഥാനം ഇത്തരത്തിലൊരു ദുരന്തത്തെ പോലും ഒരു ചാകരയാക്കിയിട്ട് കുറെ പണം വാരാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള സംഗതിയാണ്. പ്രത്യേകിച്ചും അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്ന സമയത്ത് എല്ലാ കാലത്തെ സർക്കാരും, കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ കാലത്തെ സർക്കാരുകളും അതാത് കാലം നടന്നിട്ടുള്ള ദുരന്തങ്ങളെ ഇത്തരത്തിലുള്ള നമ്മൾ പറയുക. കാരണം ചെലവിന് കണക്കില്ല, എന്തും ചെയ്യാം. ഞാൻ അതിലേക്ക് മുഴുവൻ കടക്കുന്നില്ല, കാരണം വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കും. ഒരു ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്. അതുമാതിരി തന്നെ മറ്റേ എന്താണ് പറയേണ്ടത്, നമ്മുടെ 2 ആനകളെ ഇവിടുന്ന് വേറെ കാട്ടിലേക്ക് കടത്തിയതിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യന് ദോഷം ചെയ്യാവുന്ന, മനുഷ്യന് വരാവുന്ന ആപത്തുകളെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു കള്ളക്കണക്ക് എഴുതിയിട്ടാണ് ഇവർ ഹൈക്കോടതി മുമ്പിൽ സമർപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം തെറ്റാണ്. നമുക്ക് മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങേയറ്റം നമ്മൾ ആദരിച്ചുകൊണ്ട് പറയട്ടെ. അദ്ദേഹം പറയുന്നത് പോലെ ഇത് ഭാവിയിലേക്ക് വരാൻ പോകുന്ന ചിലവുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കാണെങ്കിൽ അത്തരത്തിലൊരു കണക്ക് സമർപ്പിക്കേണ്ട സമയമല്ല ഇത്. ഇപ്പൊ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറിക്ക് മുൻപിൽ സമർപ്പിക്കപ്പെട്ട ഈ കണക്ക് അങ്ങേയറ്റം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിയത് വയനാട് ദുരന്തത്തോളം തന്നെ ജനങ്ങൾക്ക് ഞെട്ടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ കണക്ക് ചെന്നെത്തിച്ചിരിക്കുന്നത്. ഇതിനെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ബെയിലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയിട്ട് 1 കോടി രൂപ ചെലവായി ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത്? ബെയിലി പാലം പണിതിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ്. അവരോടാണോ പറയുന്നത് അതിന്റെ അടിയിൽ കല്ല് നിരത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 1 കോടി രൂപ ചെലവായി, വാഹനങ്ങൾ ഓടിയതിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേന്ദ്ര സർക്കാരിൽ ഈ കണക്ക് കിട്ടിയ വഴിക്ക് തന്നെ അവർ ആ പൈസ കണ്ണടച്ച് പാസ്സാക്കുന്ന ഒരു സംസ്കാരമാണോ കേന്ദ്ര സർക്കാരിനുള്ളത്? അവിടെ അതിന്റെ സ്ക്രൂട്ടനൈസിങ് നടക്കില്ലേ? അവർ അതിനനുസരിച്ചിട്ടല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ ഇതിപ്പോ പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സംഗതി വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന് 24 മണിക്കൂറോളം, ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞു. പക്ഷെ ഈ ചർച്ച ഒരു 24 മണിക്കൂർ നിലനിൽക്കുന്ന സ്ഥിതിക്ക് പറയുന്ന ഇത്തരം മുടന്ത ന്യായങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇതിൽ ഈ ശവസംസ്കാരത്തിന്റെ കാര്യത്തിലെങ്കിലും അല്പം കാരുണ്യം കാണിക്കണമായിരുന്നു. കാരണം ഏറ്റവും ആദരിക്കപ്പെടേണ്ട ഒന്നാണ് മൃതശരീരം എന്ന് പറയുന്നത്. അതിൽ പോലും ഒരു ചൂഷണം നടത്താൻ ശ്രമിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അപലപനീയമായി പോയി. രഞ്ജിത്ത്, എനിക്ക് വേറൊരു ചർച്ച